79ാമത്തെ സ്വാതന്ത്ര്യദിനം എല്ലാവരും ആഘോഷിക്കുമ്പോൾ ഞങ്ങളിവിടെ ഈ മലപ്പുറം കുന്നുമ്മൽ ഈ ആദിവാസി സമൂഹം പനി പിടിച്ചപ്പോൾ എനിക്കിവിടെ വന്നിട്ട് 3ാമത്തെ പ്രാവശ്യമാണ് പനി പിടിച്ചപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുകയാണ്. പനി അതുപോലെ മറ്റുള്ളവർക്കൊക്കെ പനിയുണ്ട്. കുറേ ആൾക്കാർ പനിയും പിടിച്ചങ്ങാണ്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇത്രയും ദുരിതത്തിൽ ഞങ്ങളിവിടെ ഈ ഒരു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഞങ്ങളിവിടെ കിടക്കുമ്പോൾ എനിക്ക് നമ്മളെ ഇന്ത്യത്തെ തന്നെ ജനങ്ങളോട് ചോദിക്കാനുള്ളതാണ്, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇത് എല്ലാ മനുഷ്യർക്കും മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ദിനമല്ലേ. അപ്പം ഞങ്ങളൊക്കെ ഇന്നും ഈ ആദിവാസി സമുദായം എന്ന് പറഞ്ഞ ഈ അടിസ്ഥാന വർഗം സ്വതന്ത്രം എന്താണെന്ന് അറിയാതെ, ഈ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ മഹത്വം എന്താണെന്നറിയാതെ കഴിയുന്ന ഒരു സമൂഹമാണ് ഈ ആദിവാസി സമൂഹം. എല്ലാവരും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോഴും അതിൻ്റെ മഹത്വം മനസ്സിലാക്കുമ്പോഴും ഞങ്ങളുടെ ഈ സമുദായം എന്നും അത് എന്താണെന്ന് പോലും അറിയാതെ കഴിയുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്കൊക്കെ ഇത് അറിയെങ്കിൽ ഇന്നിപ്പോൾ അത് അറിയാത്തൊരു രീതിക്കുള്ള ഇരുത്താണ് ഞങ്ങളിവിടെ ഇരിക്കണേ. കാരണം ഞങ്ങൾക്ക് ആഘോഷിക്കാനൊന്നുമില്ല. ഞങ്ങൾ ഓരോ ദിവസങ്ങളും പട്ടിണിയൊക്കെ തള്ളി നീക്കി കണ്ടാണ് ഞങ്ങൾ ഈ കുന്നുമ്മ കഴിയുന്നത്. പിന്നെ ഞങ്ങൾക്ക് എന്ത് ആഘോഷമാണ് ഇതിനകത്തുള്ളത്? ഞങ്ങൾക്ക് മനസ്സമാധാനമായിട്ട് എന്ത് ആഘോഷമാണ്, അല്ലെങ്കിൽ എന്ത് സ്വാതന്ത്ര്യത്തിനാണ്, എവിടെയാണ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്? സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങളിവിടെ ഇരിക്കേണ്ട അവസ്ഥ ഒരിക്കലും വരൂലല്ലോ. അപ്പം ഇതിനകത്തൊക്കെ എനിക്ക് ആൾക്കാരോട് ഇത് തന്നെയാണ് ചോദിക്കാനുള്ളത്, എവിടെയാണ് സ്വാതന്ത്ര്യം? ആർക്കാണ് സ്വാതന്ത്ര്യം? ഈ ആൾക്കാർക്ക് എല്ലാ ആൾക്കാരെ പോലെ ഇതൊക്കെ ആഘോഷിക്കാനും അനുഭവിക്കാനുള്ള യോഗം ഞങ്ങൾക്ക് ഇപ്പം ഇനിയൊരു സ്വാതന്ത്ര്യ ദിനത്തെങ്കിലും നടക്കുന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരു വിശ്വാസമല്ല. ഇപ്പോഴും ഞങ്ങളിത് ഈ പണ്ടത്തെ പോലെ തന്നെയാണ്. ഇന്ന് ഞങ്ങൾ ഈ 79ാമത്തെ സ്വാതന്ത്ര്യദിനം ഈ ദിനത്തിലും പണ്ടെങ്ങനെയാണോ ആദിവാസികൾ കഴിഞ്ഞ് അതേപോലെ ഒരു സ്വതന്ത്രം ഇല്ലാതെ ഒരു മനുഷ്യരെന്തൊക്കെ കാര്യങ്ങളിൽ എന്തൊക്കെ ആഘോഷങ്ങൾ കൊണ്ടാടുന്നു, ഈ ആഘോഷങ്ങളൊന്നും ഈ ആദിവാസികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അതിനെ ആ ഒരു രീതിക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ ആരും തുനിയണമില്ല. അവരെങ്ങനെയാണോ കഴിയണത് അതുപോലെ തന്നെ അന്നും ഇന്നും കഴിഞ്ഞു കൊടുക്കണം. ഈ സ്വാതന്ത്ര്യദിനത്തിലും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങളിവിടെ കഴിയണത്. ഇതൊക്കെ ജനങ്ങൾ കാണുക, ഇത് ഞങ്ങളെ അവസ്ഥകൾ മനസ്സിലാക്കുക. ഞങ്ങളും ഈ ലോകത്തിൽ ഇങ്ങനെ ഒരു സമുദായവും ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഈ സ്വാതന്ത്ര്യദിനത്തിലും ഓരോരുത്തരും മനുഷ്യപ്പറ്റുള്ളവർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതാണ് എനിക്ക് ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ ഈ ജനാധിപത്യ ഇന്ത്യയിൽ ഈ നമ്മുടെ ദൈവത്തിൻ്റെ നാട് എന്നുള്ള കേരളത്തിൽ ജനങ്ങൾക്ക് തരാനുള്ള ഞങ്ങളുടെ അടുത്തുള്ളൊരു മെസ്സേജ് ഇത് മാത്രമാണുള്ളത്. എല്ലാവർക്കും നമസ്കാരം.